എല്ലാ പ്രിയപ്പെട്ട പ്ലസ് ടു കൂട്ടുകാർക്കും സർഫസ് കെമിസ്ട്രി എന്ന യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് പഠിച്ചു തുടങ്ങിയത്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കുക കൂട്ടുകാരെ. നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി, കെമിസ്ട്രിയിലെ നോബൽ പ്രൈസിനെ കുറിച്ച് പഠിച്ചു. ഡെഫിനേഷൻ ഓഫ് സർഫസ് കെമിസ്ട്രി, സർഫസ് കെമിസ്ട്രിയുടെ ഡെഫിനേഷൻ, surfaces or interfaces, adsorption, examples of adsorption, adsorbent and adsorbate, desorption. ഇത്രയും ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തിലോട്ട് കടക്കാം. വിഷ്വൽ ശ്രദ്ധിക്കൂ. ഒരു സ്പോഞ്ച് എടുത്തിട്ട് നിങ്ങൾ ഒരു പാത്രം വെള്ളത്തിലോട്ട് താഴ്ത്തി വയ്ക്കുക. എന്താണ് സംഭവിക്കുക? വാട്ടർ മോളിക്യൂൾ സ്പോഞ്ചിനകത്തോട്ട് പോകും. വാട്ടർ മോളിക്യൂൾസ് ആർ യൂണിഫോംലി എൻറ്ററിങ് ഇൻ ടു ദി ബൾക്ക്. അതുപോലെ തന്നെയാണ് അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ കേസിലും. വാട്ടർ മോളിക്യൂൾ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ ഉള്ളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ സർഫസിൽ നടക്കുന്ന ഫിനോമിനൻ ആണ് കണ്ടത്. അതിനെ അഡ്സോർഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ കാണുന്നത് ബൾക്കിൽ നടക്കുന്ന ഫിനോമിനൻ ആണ്. ഇങ്ങനെ ബൾക്കിൽ നടക്കുന്ന ഫിനോമിനനെ നമ്മൾ അബ്സോർഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അബ്സോർഷൻ്റെ നിർവചനം ഒന്ന് പറയാമോ? ഇൻ അബ്സോർഷൻ the molecule of a substance are uniformly distributed throughout the bulk of a solid. അബ്സോർഷനിൽ ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ഒരു സോളിഡിൽ ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അബ്സോർഷനും അഡ്സോർഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വീഡിയോ ശ്രദ്ധിക്കൂ. Some tea accidentally falls. The best option is to remove immediately with the tissue paper. The tissue paper sucks away the spilled liquid immediately. If we had used an ordinary paper, the tea would not get absorbed completely. Tissue paper absorbs the liquid and ordinary paper adsorb a liquid. ടിഷ്യൂ പേപ്പർ ലിക്വിഡിനെ അഡ്സോർബ് ചെയ്യുന്നു. ഓർഡിനറി പേപ്പർ ലിക്വിഡിനെ അഡ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്സോർഷനും അബ്സോർഷനും തമ്മിലുള്ള വ്യത്യാസത്തിലോട്ട് കടക്കാം. അഡ്സോർഷൻ സർഫസിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ. അബ്സോർഷൻ ഒരു ബൾക്ക് ഫിനോമിനൻ ആണ്. അഡ്സോർഷനിൽ പദാർത്ഥത്തിൻ്റെ തന്മാത്ര ഉപരിതലത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അഡ്സോർബൻറ്റിൻ്റെ ബൾക്കിലോട്ട് തുളച്ചു കയറുകയും ചെയ്യുന്നില്ല. ഇൻ അഡ്സോർപ്ഷൻ ദ മോളിക്യൂൾ ഓഫ് ദി സബ്സ്റ്റൻസ് ഈസ് കോൺസെൻട്രേറ്റഡ് only at the surface and does not penetrate into the bulk of the adsorbent. അബ്സോർഷനിൽ ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ഒരു സോളിഡിൽ ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്നു. ഇൻ അബ്സോർഷൻ ദ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് ദി സോളിഡ്. എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ അഡ്സോർബേറ്റുകൾ വന്ന് പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഡ്സോർബേറ്റുകൾ അതിൻ്റെ ഉള്ളിലോട്ടും കടക്കുന്നു. അങ്ങനെ ഒരേ സമയം അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് സോർപ്ഷൻ. എ പ്രോസസ് ഇൻവോൾവിങ് simultaneous adsorption and absorption is called sorption. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഡൈ. എന്താ ഡൈ എന്ന് പറഞ്ഞാൽ കളറിംഗ് സബ്സ്റ്റൻസ്.
dye gets adsorbed as well as absorbed in cotton fibers. കോട്ടൺ ഫൈബേഴ്സിനകത്ത് ഡൈ അഡ്സോർബ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഫോഴ്സസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ adsorbate and adsorbent, the adsorption can be classified into two types. അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിലുള്ള ആകർഷണ ബലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അഡ്സോർപ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, വേറെ പേര് ഫിസിസോർപ്ഷൻ. ഒരു സോളിഡിൻ്റെ സർഫസിൽ ഗ്യാസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു ബൈ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അത്തരം അഡ്സോർഷനെയാണ് ഫിസിക്കൽ അഡ്സോർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇഫ് അക്യുമുലേഷൻ ഓഫ് ഗ്യാസ് on the surface of solid occurs on account of weak van der Waals forces. അടുത്തതായി കെമിക്കൽ അഡ്സോർഷൻ, ഓരോ പേര് കെമിസോർപ്ഷൻ. നിക്കൽ കാലിസിന്റെ സർഫസിൽ ഹൈഡ്രജൻ മോളിക്യൂൾ വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുന്നു ത്രൂ കെമിക്കൽ ബോണ്ട്. ആ ബോണ്ട് എന്താകാം? കോവാലന്റ് ഓർ അയോണിക്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കിയാലോ. ഫിസിക്കൽ അഡ്സോർഷൻ, ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. കെമിക്കൽ അഡ്സോർഷൻ, ഇറ്റ് ഇസ് കോസ്ഡ് ബൈ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. കെമിക്കൽ ബോണ്ട് ഫോർമേഷനാണ് കെമിക്കൽ അഡ്സോർഷന് കാരണം. ഫിസിക്കൽ അഡ്സോർഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റ് എൻതാൽപ്പി വളരെ കുറവാണ്, 20 to 40 കിലോ ജൂൾ പെർ മോൾ. Enthalpy of adsorption is of the order of 20 to 40 kilojoule per mole. അതേസമയം കെമിക്കൽ അഡ്സോർഷനിൽ ഉണ്ടാകുന്ന എൻതാൽപ്പിയുടെ വാല്യൂ 80 to 240 kilojoule per mole. Enthalpy of adsorption is of the order of 80 to 240 kilojoule per mole. Low temperature is favorable for adsorption. അഡ്സോർഷന് അനുകൂലമാകുന്നത് ലോ ടെമ്പറേച്ചറാണ്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ അഡ്സോർഷൻ കുറയുന്നു. ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ കെമിക്കൽ അഡ്സോർഷൻ. കെമിക്കൽ അഡ്സോർഷനിൽ ഹൈ ടെമ്പറേച്ചറാണ് അനുകൂലം. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് കെമിക്കൽ അഡ്സോർഷൻ കൂടുന്നു. ഫിസിക്കൽ അഡ്സോർഷൻ്റെ കേസിൽ നോ സർഫസ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. ഉദാഹരണമായിട്ട് ചാർക്കോളിൻ്റെ സർഫസിൽ ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് കണക്കുള്ള ഗ്യാസുകൾ വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുന്നു, ഒരു കോമ്പൗണ്ടും ഉണ്ടാകുന്നില്ല. അതേസമയം കെമിക്കൽ അഡ്സോർഷനിൽ ടങ്സ്റ്റൻ്റെ സർഫസിൽ ഓക്സിജൻ വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി ടങ്സ്റ്റൻ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഫിസിക്കൽ അഡ്സോർഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഗ്യാസിൻ്റെ സ്വഭാവത്തെ. മോർ ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസസ് ആർ അഡ്സോർബ്ഡ് റെഡിലി. വളരെ പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യുന്ന വാതകങ്ങൾ വളരെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യപ്പെടും. കെമിക്കൽ അഡ്സോർഷനും ഒരു ഗ്യാസിൻ്റെ നേച്ചറിനെ ആശ്രയിക്കുന്നു. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ്. Gases react with the adsorbent show chemisorption. ഏത് ഗ്യാസാണോ അഡ്സോർബൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അത് മാത്രമേ കെമിസോർപ്ഷൻ കാണിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. സോ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ, തിരിച്ച് നടക്കില്ല. അടുത്തത് ഫിസിക്കൽ അഡ്സോർഷനിൽ ആക്ടിവേഷൻ എനർജി വേണ്ട. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആക്ടിവേഷൻ എനർജി. കെമിക്കൽ അഡ്സോർഷനിൽ ആക്ടിവേഷൻ എനർജി വേണം. ഇറ്റ് റിക്വയർസ് ആക്ടിവേഷൻ എനർജി. ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് സംടൈംസ് നീഡഡ്. ചില സമയങ്ങളിൽ ഹൈ ആക്ടിവേഷൻ എനർജി ആവശ്യമായിട്ടുണ്ട്. എട്ടാമത്തത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർഫസ് ഏരിയ. ഫിസിക്കൽ അഡ്സോർഷൻ സർഫസ് ഏരിയ ആശ്രയിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ അഡ്സോർഷൻ കൂടും. കെമിക്കൽ അഡ്സോർഷനും സർഫസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നു.
ഇറ്റ് ഇസ് ടു ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ്. ഇവിടെയും സർഫസ് ഏരിയ കൂടുന്നതിൻ്റെ ഫലമായിട്ട് കെമിക്കൽ അഡ്സോർഷൻ കൂടുന്നു. 9ാമത്തെ വ്യത്യാസം, ഫിസിക്കൽ അഡ്സോർഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ലെയറുകൾ ഉണ്ടാകും. ഇവിടെ അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ ഇറ്റ് റിസൾട്ട് ഇൻ ടു മൾട്ടി മോളിക്കുലർ ലെയർ ഓൺ അഡ്സോർബൻറ്റ് സർഫസ്. കെമിക്കൽ അഡ്സോർഷനിൽ ഒറ്റ ലെയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇറ്റ് റിസൾട്ട് ഇൻ യൂണി മോളിക്കുലർ ലെയർ. ലാസ്റ്റ് ഡിഫറൻസ്, ഫിസിക്കൽ അഡ്സോർഷൻ സ്പെസിഫിക് അല്ല. ചാർക്കോളിൻ്റെ സർഫസിൽ ഓക്സിജൻ വന്ന് പിടിച്ചിരിക്കാം, അമോണിയ പിടിച്ചിരിക്കാം, എസോട്ട് പിടിച്ചിരിക്കാം. അതാണ് നോട്ട് സ്പെസിഫിക് എന്ന് പറയാൻ കാരണം. അതേസമയം ടങ്സ്റ്റൻ്റെ സർഫസിൽ ഓക്സിജൻ വന്ന് പിടിച്ചിരുന്നാൽ മാത്രമേ ടങ്സ്റ്റൻ ഓക്സൈഡ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് കെമിക്കൽ അഡ്സോർഷൻ ഹൈലി സ്പെസിഫിക് എന്ന് പറയാൻ കാരണം. ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. അഡ്സോർഷൻ ഓഫ് ഗ്യാസസ് ഓൺ സോളിഡ്, ഒരു സോളിഡിൻ്റെ സർഫസിൽ ഗ്യാസിൻ്റെ അഡ്സോർഷനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഫാക്ടർ, നേച്ചർ ഓഫ് ദി അഡ്സോർബേറ്റ്. അഡ്സോർബേറ്റിൻ്റെ സ്വഭാവം. ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസസ് ലൈക്ക് അമോണിയ, HCl, carbon dioxide, etc. are adsorbed to a greater extent than permanent gases such as hydrogen, oxygen, nitrogen, etc. This is because van der Waals forces are more predominant in easily liquefiable gases. Effect of temperature, temperature സ്വാധീനമാണ്. The effect of temperature on rate of adsorption, the rate of adsorption, എത്രത്തോളം അഡ്സോർഷൻ നടക്കുന്നു, ദാറ്റ് ഈസ് എക്സ് ബൈ എം. എന്താ എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഗ്യാസ് അഡ്സോർബ്ഡ്. എന്താ എം? മാസ് ഓഫ് ദി അഡ്സോർബൻറ്റ്. അങ്ങനെ റേറ്റ് ഓഫ് അഡ്സോർഷനും ടെമ്പറേച്ചറും തമ്മിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. എന്താ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? ഒരു കർവ് കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന കർവിനെയാണ് അഡ്സോർഷൻ ഐസോബാർ. ദ ഐസോ സെയിം, ബാർ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഈ കർവിലോട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. ഫിസിക്കൽ അഡ്സോർഷൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഡിസോർപ്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കുറയുന്നു. എക്സിൻ്റെ വാല്യൂ കുറഞ്ഞാൽ എക്സ് ബൈ എമ്മും കുറയും. ഇൻ ദി കേസ് ഓഫ് ഫിസിക്കൽ അഡ്സോർഷൻ, എക്സ് ബൈ എം ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എഫക്ട് ഓഫ് പ്രഷർ, അല്ലെ റേറ്റ് ഓഫ് അഡ്സോർഷനും പ്രഷറും തമ്മിലുള്ള ബന്ധം. ഇവിടെ ആരെ കോൺസ്റ്റൻറ്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the amount of gas adsorbed on the surface of solid increases with the increase of pressure. പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു സോളിഡിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്ന ഗ്യാസിൻ്റെ എമൗണ്ടും കൂടും. എല്ലാവരും ഗ്രാഫിലോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് എമൗണ്ട് ഓഫ് ഗ്യാസ് കൂടുകയും ആൻഡ് റീച്ചസ് എ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ കർവിൻ്റെ ഏറ്റവും മുകൾ ഭാഗമെത്തി. അതിനുശേഷം പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അഡ്സോർഷൻ കൂടുന്നില്ല. അങ്ങനെ മാക്സിമം അഡ്സോർഷൻ കാണിക്കുന്ന പ്രഷറിനെയാണ് സാച്ചുറേഷൻ പ്രഷർ ഓർ ഇക്വിലിബ്രിയം പ്രഷർ, PS എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എബൌട്ട് ദിസ് പ്രഷർ ഹാസ് നോ എഫക്റ്റ്. പ്രഷറിന് യാതൊരു സ്വാധീനവും ഇല്ല. ദാറ്റ് ഈസ് എക്സ് ബൈ എം ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെ എക്സ് ബൈ എമ്മും പ്രഷറും തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു കർവ് കിട്ടുന്നു. ഈ കർവിനെയാണ് അഡ്സോർഷൻ ഐസോതേർം. ആ ഗ്രാഫ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ലോ പ്രഷറിനും ഹൈ പ്രഷറിനും ഇടയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഭാഗത്തെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഫ്രണ്ടിലിച്ച് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവന്നു. അതാണ് ഫ്രണ്ടിലിച്ച് അഡ്സോർഷൻ ഐസോതേർം. എന്താണ് എക്സ്പ്രഷൻ? ആ എക്സ്പ്രഷൻ ശ്രദ്ധിക്കൂ. എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു KP റൈസ് ടു 1/n. എന്താ എക്സ്? എക്സ് ഈസ് ദ മാസ് ഓഫ് ദി ഗ്യാസ് അഡ്സോർബ്ഡ്. എന്താ എം? മാസ് ഓഫ് ദി അഡ്സോർബൻറ്റ്. എന്താ P? പ്രഷർ.
ഇനി കെയും എന്നും എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റുകളാണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി അഡ്സോർബൻ ആൻഡ് ദ ഗ്യാസ്. അത് എടുക്കുന്ന ഗ്യാസിൻ്റെ സ്വഭാവത്തെയും അഡ്സോർബൻ്റെ നേച്ചറിനെയും ആശ്രയിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. നമുക്ക് രണ്ട് സൈഡ് ലോഗരിതം എടുക്കാം. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. ഇത് ഏതിന് സിമിലർ ആണ്? ദിസ് ഈസ് സിമിലർ ടു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ y is equal to എം എക്സ് പ്ലസ് സി. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നു. ലോഗ് എക്സ് ബൈ എം y ആക്സിസിലും ലോഗ് പി എക്സ് ആക്സിസിലും. എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നു. ഇവിടെ സ്ലോപ്പ് എന്താണ്? 1/n. ഇവിടെ ഇൻ്റർസെപ്റ്റ് എന്താണ്? ലോഗ് കെ. അതിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. പ്രോബബ്ലി 0.1 to 0.4. 1/n വാല്യൂ 0. 1/n വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എം ഈസ് ഇക്വൽ ടു കെ അല്ലേ, കോൺസ്റ്റൻ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷർ. ഇത് 1/n വാല്യൂ 1 ആകും. 1/n വാല്യൂ 1 ആയി കഴിഞ്ഞാൽ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ പി റൈസ് ടു 1. ദാറ്റ് ഇസ് എക്സ് ബൈ എം പ്രപ്പോർഷണൽ ടു പി. അഡ്സോർപ്ഷൻ varies directly with the pressure. അടുത്തതായി adsorption from solution. Solid surfaces can also adsorb solute from solutions. സൊല്യൂഷൻ നിന്നുകൊണ്ടും സോളിഡ് സർഫസുകൾ സൊല്യൂട്ടുകളെ അഡ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലിസ് അഡ്സോർപ്ഷൻ ഐസോതേമും ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ എന്താ റിലേഷൻ? എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ സി റൈസ് ടു 1/n. അവിടെ എന്തായിരുന്നു? പി ആയിരുന്നു. ആ പി എന്താ? സാച്ചുറേഷൻ പ്രഷർ ഓർ ഇക്വിലിബ്രിയം പ്രഷർ. ഇവിടെ അതിന് പകരം സി. സി മീൻസ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് കടക്കാം. ഇൻ ഗ്യാസ് മാസ്ക് ഫോർ റിമൂവിങ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻ, കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി, ഇൻ ഹെട്രോജീനിയസ് കറ്റാലിസിസ്, പ്രധാനമായിട്ടും പെട്രോളിയം റിഫൈനിങ് ആണ്. ഇൻ ക്രോമാറ്റോഗ്രാഫി, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്യൂം, ഇൻ ക്യൂറിംഗ് ഡിസീസസ്, സെപ്പറേഷൻ ഓഫ് ഇനർട്ട് ഗ്യാസസ്, ആൻഡ് ഫൈനലി അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കറ്റാലിസിസ് എന്ന് പറയും. എന്താണ് കാറ്റലിസ്റ്റ്? Catalyst is a substance which alters the rate of chemical reaction without itself undergoing any permanent chemical change. പെർമനൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തന വേഗതയെ ഓൾട്ടർ ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് കാറ്റലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഫിനോമിന പറയുന്ന പേരാണ് കറ്റാലിസിസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ദ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് ടേക്സ് പ്ലേസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് അറ്റ് എ ലോ ടെമ്പറേച്ചർ ഇൻ ദി പ്രസൻസ് ഓഫ് M1O2. M1O2വിൻ്റെ പ്രസൻസിൽ വളരെ താഴ്ന്ന ഊഷ്മാവിലും പൊട്ടാസ്യം ക്ലോറേറ്റ് വളരെ വേഗതയിൽ ഡീകമ്പോസ് ചെയ്യപ്പെടുന്നു. കറ്റാലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്. എക്സാമ്പിൾ നോക്കാം. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അമോണിയ ഉണ്ടാകുന്നു. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് സ്പോഞ്ചി അയൺ. ആ അയൺ കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനശേഷി ആക്ടിവിറ്റി കൂട്ടുവാൻ നമ്മൾ എന്ത് ചേർക്കുന്നു? മോളിബ്ഡിനം. അങ്ങനെ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്ന എക്സ്റ്റേണൽ സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. എക്സ്റ്റേണൽ സബ്സ്റ്റൻസസ് വിച്ച് എൻഹാൻസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ആർ കോൾഡ് catalytic promoters. സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ബൈ കോണ്ടാക്ട് പ്രോസസ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആർസനിക് ഉണ്ടെങ്കിൽ പോലും പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നു. അങ്ങനെ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന എക്സ്റ്റേണൽ സബ്സ്റ്റൻസുകളെയാണ് catalytic poison. External substances which decrease the activity of a catalyst are called catalytic poisons.
ടൈപ്സ് ഓഫ് കറ്റാലിസിസ്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് തരം കറ്റാലിസിസുകളാണ്. ഒന്ന് ഹോമോജീനിയസ് കറ്റാലിസിസ്, രണ്ട് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. എന്താണ് ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് നമുക്ക് നോക്കാം. ലെഡ് ചേമ്പർ പ്രോസസ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ലെഡ് ചേമ്പർ പ്രോസസ്. അവിടെ SO2 ഓക്സിഡൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് SO3 ആയിട്ട് മാറപ്പെടുന്നു ഇൻ പ്രസൻസ് ഓഫ് NO. SO2 O2 ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, NO ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണെങ്കിൽ അത്തരം കറ്റാലിറ്റി പ്രോസസ്സുകളെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് കറ്റാലിസിസ്. എ കറ്റാലിറ്റിക് പ്രോസസ് ഇൻ വിച്ച് the reactant and catalyst are in the same phase is known as homogeneous catalysis. അടുത്ത നമുക്ക് നോക്കാം എന്താണ് heterogeneous catalysis. Manufacture of ammonia from nitrogen and hydrogen using iron as catalyst. ഈ പ്രോസസ്സിൻ്റെ പേര് എന്താണ്? ഹേമോ പ്രോസസ്. അവിടെ നൈട്രജനും ഹൈഡ്രജനും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, അയൺ സോളിഡ് സ്റ്റേറ്റിലാണ്. റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഡിഫറൻറ്റ് ഫേസിലാണെങ്കിൽ അത്തരം കറ്റാലിസിസുകളെ പറയുന്ന പേരാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. എ കറ്റാലിറ്റിക് പ്രോസസ് ഇൻ വിച്ച് ദ റിയാക്ടന്റ് ആൻഡ് catalyst are in different phases is known as heterogeneous catalysis. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് നേച്ചർ ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. ആക്ടിവിറ്റി, ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് വാട്ടർ ഉണ്ടാകുന്നു. വളരെ കുറച്ച് മാത്രമേ വാട്ടർ ഉണ്ടാകത്തുള്ളൂ. അതേസമയം ഈ റിയാക്ഷനിൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ രൂക്ഷമായിട്ട് ഒരു സ്ഫോടനത്തോടു കൂടി വാട്ടർ ഫോം ചെയ്യും. അങ്ങനെ റിയാക്ഷൻ റേറ്റ് വളരെ അധികം ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റിൻ്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് ആക്ടിവിറ്റി. ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ആക്ടിവിറ്റി. രണ്ടാമത്തത് സെലക്ടിവിറ്റി. ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെ ആണ് സെലക്ടിവിറ്റി. The ability of a catalyst to direct a particular reaction to give a particular product is called selectivity. എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുവച്ചത്? അബ്സോർഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർഷൻ, സോർപ്ഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ, adsorption isobar, adsorption isotherm, Friendlich adsorption isotherm, adsorption of solute from solutions, catalysis. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാർ ഒരു അസൈൻമെൻറ്റ് തരട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ മീനിങ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. രണ്ടാമത്തത്, വൈ ഈസ് അഡ്സോർപ്ഷൻ എക്സോതെർമിക്. മൂന്നാമത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ. നാലാമത്തെ ചോദ്യം, ഗീവ് റീസൺ വൈ എ ഫൈൻലി ഡിവൈഡഡ് സബ്സ്റ്റൻസ് ഈസ് മോർ എഫക്റ്റീവ് ആസ് ആൻ അഡ്സോർബൻറ്റ്. ഇത്രയും കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറിന് അയച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.